ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രൂപ സരയുവിന് ആ ഒരു പാല് മയങ്ങണ മരുന്നൊക്കെ കൊടുത്തിട്ട് സുഖമായിട്ട് കിടത്തി ഉറക്കുമ്പോഴാണ് പുറത്ത് ആരും വാതിലെ മുട്ടുന്ന ഒച്ച കേൾക്കണത്. അവരെത്തിയാലോ എന്ന് പറഞ്ഞിട്ട് രൂപ വേഗം നിലത്തേക്ക് ഇറങ്ങി പോകുവാട്ടോ. അതിനുശേഷം വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ താരയും അതുപോലെ തന്നെ കല്യാണിയും സേനനും 3 പേരും കൂടി അവിടെ നിൽക്കുവാണ്. കയറി വാ, ഇതേ മോളിപ്പോൾ കിടന്ന് ഉറങ്ങിയുള്ളൂ കേട്ടോ എന്ന് പറയുവാണ്. ആ സമയത്ത് താര രൂപനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, രൂപയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. താര ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് പറയുന്നത് പേടിയാവുന്നു ഇങ്ങനെ ആക്ഷൻ കാണിക്കുമ്പോഴേക്കും രൂപ പറയുന്നുണ്ട്, നീ എന്തിനാ പേടിക്കേണ്ടത്, ഒന്നുകൊണ്ട് പേടിക്കേണ്ട. എന്തായാലും ഇപ്പം നീ വന്നതോ രാവിലെ അവളുടെ കൂടെ കിടന്നോ താര ഉറങ്ങിയതോ എഴുന്നേറ്റ് പോയതോ ഒന്നും അവൾ അറിയാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയാണ്. ഇന്നത്തെ രാത്രി ഫുള്ളും താരക്ക് ഇതുവരെ ഒളിപ്പിച്ച സ്നേഹം ഫുള്ളും അവളുടെ അടുത്ത് കാണിക്കാൻ സാധിക്കും. അവൾ നല്ല ഉറക്കത്തിലാണ് എന്നിങ്ങനെ പറയുവാണ്. മുകളിലേക്ക് പോയിക്കോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, അത് ആൻറ്റി ഇന്ന് ഫുള്ളും മോളുടെ കൂടെ ആൻറ്റിക്ക് കിടന്നുറങ്ങാം, മതിയാവോളം സ്നേഹിക്കാം, അവളുടെ കൺകൊള്ളൊക്കെ കാണാം, വാ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് താരനെ മുകളിലേക്ക് കൊണ്ടുപോകട്ടെ കല്യാണി. മുകളിലേക്ക് കൊണ്ടിട്ട് വാതിൽ തുറക്കുമ്പോഴേക്കും നമ്മുടെ സരിയു നല്ല ഉറക്കമാണ്. ആ സമയത്ത് നമ്മുടെ താര പെട്ടെന്ന് കല്യാണിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ഈ ഉമ്മ എനിക്കല്ല തരേണ്ടത്, സരിയുവിനെ കൊടുക്കേണ്ടത്. നല്ല ഇത്രയും 10-25 വർഷത്തെ ചൂടും ഉമ്മകളും എല്ലാം അവൾക്ക് കൊടുക്കണം, കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് താരൻ ആ റൂമിലേക്ക് കയറ്റുവാണ് കല്യാണി. അതിനുശേഷം താര പതുക്കെ സരിയുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സരിയുവിൻ്റെ അടുത്തേക്ക് കിടക്കുന്നുണ്ട്. സരിയുടെ അടുത്ത് കിടക്കുമ്പോഴേക്കും അത് കാഴ്ച കണ്ട് കല്യാണിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്ന സങ്കടവും വിഷമവും ഒക്കെ വരുന്നുണ്ട്. കല്യാണി പെട്ടെന്ന് കണ്ണ് നിറഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങുവാട്ടോ. ശേഷം നിലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ചന്ദ്രസേനും രൂപയും ചോദിക്കുന്നുണ്ട്, എന്തായി മോളെ എന്ന് ചോദിക്കുമ്പോൾ, എന്തായെന്ന് പറയണേക്കാളും നല്ലത് കാണുന്നതാണ്, രണ്ടുപേരും വാ എന്ന് പറഞ്ഞിട്ട് കല്യാണി രൂപേനെയും അതുപോലെ തന്നെ ചന്ദ്രസേനെയും കൂട്ടിക്കൊണ്ട് സരിയു കിടക്കുന്ന റൂമിലേക്ക് പോകുവാണ്. അവിടെ വാതിലടച്ചിട്ടില്ല കേട്ടോ. പതുക്കെ വാതിൽ ഇറക്കുമ്പോൾ നമ്മുടെ ചന്ദ്രസേനും രൂപയും ആ കാഴ്ച കാണുവാണ്. സരിയുവിനെ മതിയാവോളം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് താര സരിയുവിൻ്റെ മുഖത്തൊക്കെ തൊട്ടിട്ട് ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. സരിയുവിൻ്റെ തലയിലേക്ക് ഇങ്ങനെ തലോടുവാണ്. ആ കാഴ്ച കാണുമ്പോൾ ചന്ദ്രസേനും രൂപക്കൊക്കെ വല്ലാതെ സന്തോഷം തോന്നുന്നുണ്ട്. അവർ 3 പേര് വളരെ സന്തോഷത്തോടെ നിലത്തേക്ക് ഇറങ്ങി വരുവാണ്. അതിനുശേഷം രൂപ പറയുന്നുണ്ട് ചന്ദ്രസേനോട്, പേടിക്കാനൊന്നുമില്ല, ഞാൻ അവൾ കാണുന്ന ഡോക്ടറെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലാത്തൊരു മരുന്നാണ് അവൾക്ക് കലക്കി കൊടുത്തത്. അത് മാത്രമല്ല വിറ്റാമിൻസ് അടങ്ങിയ മരുന്നാണ്, കുട്ടിക്ക് നല്ലതാണ്. അല്ലെങ്കിലും താരയുടെ പ്രസൻസ് തന്നെ അവളുടെ കുഞ്ഞിനെ വളരെ നല്ലതാണ്. കാരണം അവളുടെ അമ്മുമ്മയല്ലേ എന്തൊക്കെ പറഞ്ഞാലും എന്നിങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് അവളുടെ ശരീരത്തിനും മനസ്സിനും അതുപോലെ ജനിക്കാൻ പോകുന്ന കൊച്ചിനൊക്കെ വളരെ നല്ലൊരു ചൂടും സ്നേഹമാണ് താര കൊടുക്കാൻ പോണത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതെ, നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അവൾ ബോധമുള്ള സമയത്ത് ഒരിക്കലും താരനെ സ്നേഹിക്കാൻ പോണില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ അവളുടെ സ്നേഹം അവൾക്ക് പ്രകടമാക്കാൻ സാധിക്കുള്ളൂ എന്ന് രൂപയെടുത്ത് പറയുകയാണ് ചന്ദ്രസേൻ. അതിനുശേഷം രാവിലെ തന്നെ കാണിക്കാട്ടോ. രാവിലെ നമ്മുടെ സരയു പതുക്കെ എഴുന്നേക്കുവാണ്. നന്നായിട്ട് ഉറങ്ങിപ്പോയി, സമയം ഒത്തിരി ആയെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിട്ടോ എഴുന്നേക്കണത്. പെട്ടെന്നാണ് സരയു കണ്ണാടി പോകുമ്പോൾ ഞെട്ടിപ്പോണത്. സരയുവിൻ്റെ നെറ്റിയിൽ ഒരു വലിയ കറുത്ത പൊട്ടും കണ്ണൊക്കെ എഴുതി ഐലൈനറൊക്കെ എഴുതി വെച്ചിരിക്കുക കേട്ടോ. ആ സമയത്ത് സരിയു ഇതൊക്കെ ആരാ ചെയ്തത്? രൂപ ആൻറ്റി ആയിരിക്കും, ആൻറ്റിക്ക് ഞാൻ ചെറിയ കുഞ്ഞാണെന്ന് തോന്നിയിട്ടുണ്ടാവുമായിരിക്കും, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതി തന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിലത്തേക്ക് ഇറങ്ങി വരുവാണ് കേട്ടോ. നിലത്തേക്ക് ഇറങ്ങാൻ പോവാണ് സരിയു. ആ സമയത്ത് രൂപ വരുന്നുണ്ട്. മോൾ എഴുന്നേറ്റോ എന്ന് പറയുന്നുണ്ട്. എഴുന്നേറ്റു, ആൻറ്റിക്ക് ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു കുഞ്ഞു വാവയാണെന്ന് തോന്നിയല്ലേ, എന്താ മോളെ അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ടല്ലേ ആൻറ്റി എനിക്ക് പൊട്ടും കണ്ണൊക്കെ എഴുതി തന്നത് എന്ന് പറയാണ്. അതെ, എന്തായാലും കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടമായി എന്ന് സരിയു പറയാണ്. ദേ മോളെ, നിലത്ത് അയാൾ വന്നിട്ടുണ്ട്. ആര്? ആ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആള്. അയാൾ രാവിലെ തന്നെ വന്നു. അതേന്നേ, നടക്കാൻ എന്തോ ഇറങ്ങിയപ്പോൾ ഇവിടെ കയറിയതെന്നാ പറഞ്ഞത്. ഞാൻ ആൻറ്റിയുടെ കൂടെ ഒരു 3-4 ദിവസം നിൽക്കാന്ന് വെച്ച് വന്നതായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോകുക എന്ന് പറയാണ്. അതാ മോളെ നല്ലത്, അയാളും മോളും ഒരുമിച്ച് നിൽക്കുന്നത് ശരിയാവില്ല. എന്നാൽ ആൻറ്റി, ഇത് തന്നെയാണ് പറ്റിയ അവസരം, അയാൾ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ഇടയിൽ കൂടി ശ്രമിച്ചാലോ? ആ സമയത്ത് നമ്മുടെ രൂപ പറയുന്നുണ്ട്, മോളെ അതങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒന്നല്ല, അയാളുടെ മക്കളൊക്കെ അയാൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മോളൊരു കാര്യം ചെയ്യും, എന്തായാലും പോയിട്ട് വാ, ഞാൻ അയാളില്ലാത്ത സമയത്ത് മോളെ വിളിക്കാം. ശരി ആൻറ്റി, എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് സരിയു നിലത്തേക്ക് ഇങ്ങനെ ഇറങ്ങുവാട്ടോ. ആ സമയം ചന്ദ്രസേനൻ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് സരിയുവിനെ കാണുമ്പോൾ പത്രം അവിടെ വെച്ചതിന് ശേഷം ചന്ദ്രസേനൻ എഴുന്നേറ്റ് വരുവാണ്. ആരാ ഇത്, ബകാസുരൻ്റെ മകളോ എന്നിങ്ങനെ പറയുവാണ്. അല്ല, നിന്നെ ആ താര കാണാൻ വരുന്നുണ്ടോടി എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും സരിയു പറയുന്നുണ്ട്. സരിയുവിന് മുമ്പിൽ നിൽക്കുമ്പോൾ രൂപ പറയുന്നുണ്ട്, എന്തിനാ മോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. താരയായിട്ട് ബന്ധമുണ്ടായത് അവളുടെ അച്ഛനെന്നല്ലോ, ചന്ദ്രേട്ടനല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും, അത് അയാൾ പറഞ്ഞിട്ടാക്കിയ കഥയല്ലേ, ശരിക്കും ഇവളുടെ അമ്മ താരയാണെന്ന് പറയുമ്പോൾ നമ്മുടെ സരിയുവിനാകെ
ദേഷ്യം വരുവാട്ടോ. ആ സമയത്ത് പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഇവളുടെ അച്ഛൻ്റെ കുശുമ്പത്തരവും ദുഷ്ടത്തരവും കാന ബുദ്ധിയൊക്കെ കിട്ടിയത് ഇവൾക്കാണ്. അല്ലാതെ അതുകൊണ്ട് നല്ലത് കണ്ടായിരുന്നു ഇവൾക്ക് മനസ്സിലാവില്ല. എന്തായാലും ആ കാര്യം പറഞ്ഞ് ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ വഴക്കൊന്നും വേണ്ട. മോള് ചന്ദ്രേട്ടൻ വന്നതുകൊണ്ട് പോവാൻ പോകുക. ആ പോട്ടെ പോടന്നെയാ നല്ലത്, പോട്ടെ എന്ന് പറയാണ്. അതിനുശേഷം ചന്ദ്രസേനൻ പറയുന്നുണ്ട്, അതെ നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ അച്ഛനാണ് തെറ്റ് ചെയ്തത്, മനസ്സിലായല്ലോ. ആ തെറ്റ് മനസ്സിലായത് കൊണ്ടിട്ടാണ് നിന്റെ ആൻറ്റി രൂപയുണ്ടല്ലോ അയാളെ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കേട്ടോ. നീയാണ് താരയുടെ മകൾ, രാഹുലിലെ താരയിലുണ്ടായ മകളാണ് നീ എന്നൊക്കെ പറയുമ്പോൾ സരുവിനൊക്കെ ദേഷ്യം വരുവാ കേട്ടോ. പൊയ്ക്കോ നീ എന്ന് പറയുന്നുണ്ട്. ആൻറ്റി ഞാൻ പോകുക എന്ന് പറഞ്ഞിട്ട് സരിയോ അവിടെ നിന്ന് പോകുവാണ്. സരിയോ പോയി കഴിയുമ്പോഴേക്കും രൂപയും അതുപോലെ തന്നെ ചന്ദ്രസേനും ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ചന്ദ്രസേനൻ പറയുന്നുണ്ട്, അവള് താരനെ സ്നേഹിച്ച് താരൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ അവൾക്ക് എത്ര സ്വത്തുക്കളും പണവും ഞാൻ കൊടുത്താനേ. പക്ഷെ അങ്ങനെയല്ലല്ലോ, അവൾക്ക് ദുഷ്ടത്തരം ചെയ്യണം, അച്ഛൻ്റെ കൂടെ നിൽക്കാനല്ലേ താല്പര്യം, പോട്ടെ എന്ന് ചന്ദ്രസേനും ഇങ്ങനെ പറയുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കല്യാണിനെയും അതുപോലെ തന്നെ നമ്മുടെ സോണിനെയും കൂടിയിട്ടാണ് അവർ രണ്ടുപേരുടെ അമ്പലത്തിൽ തൊഴാൻ വന്നിരിക്കുക കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ തൊഴുതിന് ശേഷം നമ്മുടെ കല്യാണിയുടെ കയ്യിൽ ഒരു തട്ടിൽ പ്രസാദമൊക്കെ ആയിട്ട് കല്യാണി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് ആ കഥാപാത്രം വരുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ണുകൾ മാത്രം കാണിക്കുന്ന ആ കഥാപാത്രം. അപ്പോൾ കാറൊക്കെ തുറന്ന് ഡോറൊക്കെ തുറന്നിട്ട് ആ പെണ്ണുങ്ങളുടെ വരുവാട്ടോ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്. അതിനുശേഷം കല്യാണിയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് വരുവാണ്. പെട്ടെന്ന് കല്യാണിനെ അറിയാത്ത പോലെ ഒന്ന് മുട്ടുന്നുണ്ട്. കല്യാണിയുടെ കയ്യിൽ നിന്ന് പ്രസാദം നിലത്തേക്ക് വീഴുവാണ്. അപ്പോഴാണ് ആ പെണ്ണ് തിരിയണം കേട്ടോ. ഒരു സുന്ദരി പെൺകുട്ടിയാണ്. അപ്പം ആ പെൺകുട്ടി ഇങ്ങനെ, അയ്യോ സോറി, ഞാൻ തട്ടിയപ്പോഴേക്കും പ്രസാദമൊക്കെ നിലത്തിവിടല്ലോ, സോറി ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ പ്രസാദമൊക്കെ ആ പെൺകുട്ടി വായി എടുത്ത് കൊടുക്കുവാണ്. അയ്യോ സാരമില്ല, അറിയാതെയല്ലേ, ഞാൻ തൊഴുതിട്ട് പോകുമായിരുന്നു എന്ന് പറയാണ്. ആ പെൺകുട്ടി വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി തന്നെ കല്യാണി തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം ചിരിച്ചുകൊണ്ട് എന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി പോകുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് കല്യാണിയും സോണിയും കൂടി പോകുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി തിരിഞ്ഞ് കല്യാണിനെ നോക്കുവാണ്. ഭയങ്കര സ്നേഹത്തോടു കൂടി കല്യാണിനെ നോക്കി ചിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ തിരുനടയെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഭഗവതിയടുത്ത് പറയാണ്, അങ്ങനെ ഞാൻ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ആ മുഖം കണ്ടു. ഇപ്പം ഞാൻ രണ്ടുപേരുടെ മുഖം കണ്ടു, കല്യാണിനെയും സോണിനെയും എന്ന് പറഞ്ഞു ഫോണിൽ കല്യാണിൻ്റെ സോണിയുടെ ഫോട്ടോ മാറ്റി നോക്കുകയാണ്. അതിനുശേഷം ചിരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാണ്. ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ പെൺകുട്ടി നമ്മുടെ ബാലനെ വിളിക്കുവാണ്. ബാലൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ്. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അത് നല്ലൊരു ഡ്രൈവറെ കേട്ടിട്ടുണ്ട്, മോൾക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ആളാണ്. അതന്നെയാണ് എനിക്ക് വേണ്ടത്. പിന്നെ അവൻ വളയം പിടിക്കൽ മാത്രമല്ല കേട്ടോ, മെക്കാനിക്കും കൂടിയാണ്. അപ്പം അതുകൊണ്ട് എന്തായാലും വഴി കിടക്കില്ല എന്ന് പറയാണ്. അത് നന്നായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഡ്രൈവറെക്കാളും പുറമെ വേണ്ടത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെയാണെന്ന് പറയുമ്പോൾ അതെ, അവനെ വിശ്വസിക്കാനൊക്കെ പറ്റും. പിന്നെ ഞാൻ പറയുമ്പോൾ എല്ലാം പറയണല്ലോ, അവന് അറ്റാക്കൊക്കെ വന്നൊരു പുള്ളിയാണ്. അപ്പോൾ വഴിയിൽ വണ്ടി കിടന്നാലും ചിലപ്പോൾ കിടക്കില്ലെന്ന് വരും, പക്ഷെ അവൻ ചിലപ്പോൾ വഴിയിൽ കിടന്നത് വരും. കാരണം അറ്റാക്ക് 2 പ്രാവശ്യം വന്നതാണ്. ഈ കാലത്ത് അറ്റാക്കൊന്നും വലിയ കാര്യമല്ലേ ചേട്ടാ എന്ന് പറയണം. സാധാരണ ഒരു അസുഖം തന്നെയാണ്, അത് വന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എന്നാലും ചേട്ടനൊരു കാര്യം ചെയ്യും, എൻ്റെ കാർഡ് എടുത്ത് കൊടുക്കുകയാണ്. ഇതെൻ്റെ കാർഡാണ്, അയാളോട് ഇന്ന് തന്നെ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം കേട്ടല്ലോ എന്ന് പറയാനായിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് ബാലൻ്റെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര ഈ പെൺകുട്ടീനെ അവൻ 4 വഴിക്ക് ആക്കുമെന്തോ എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ ആ പെണ്ണ് കാറിലേക്ക് കയറിയിട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് ഒരു ദേഷ്യത്തോടു കൂടി തന്നെ പ്രകാശനെ കാത്തിരിക്കുന്ന ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.